അന്ത്യമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ PR ധൂർത്ത്. പ്രാദേശിക വികസന വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പ്രിസം പദ്ധതിക്ക് 2.3 കോടി അനുവദിച്ചു. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാത്രം വിനിയോഗിക്കുക 2 കോടിയിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. പ്രജിത് മോഹനൻ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, അന്ത്യമില്ലാത്ത ധൂർത്താണല്ലോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിപ്പോൾ PR വർക്കിന് വേണ്ടി മാത്രമാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പ്രാദേശിക തലങ്ങളിൽ, അതായത് ബ്ലോക്ക് ഗ്രാമീണ തലങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് ഇത് മാധ്യമങ്ങൾ അറിയുന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു വിഷമം സർക്കാരിനുണ്ട്. ആ വിഷമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രിസം എന്നുള്ളത്. അതായത് പ്രാദേശിക തലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും മറ്റും അറിയപ്പെടാതെ പോകുന്ന അത്തരം വികസന പ്രവർത്തനങ്ങളും വാർത്തകളും മറ്റും അത് മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങൾക്കും മറ്റ് അച്ചടി മാധ്യമങ്ങൾക്കും ഒക്കെ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് പ്രിസം എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് എന്ന നിലയിലാണ്. അപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും 2,30,00,000 രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ 2,10,00,000 രൂപയും ഈ പറയുന്ന രീതിയിൽ പ്രാദേശിക തലങ്ങളിലെ വാർത്തകൾ അത് മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന താൽക്കാലിക, ഒരു വർഷത്തേക്ക് നിയമിക്കപ്പെടുന്ന താൽക്കാലിക ജീവനക്കാർക്ക് വേണ്ടി ശമ്പളം നൽകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാർ, സബ് എഡിറ്റർമാർ, കണ്ടന്റ് എഡിറ്റർമാർ എന്നിങ്ങനെയുള്ള ആളുകളെയാണ് സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായി നിയമിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇതിനും ഭേദം സർക്കാരിന് ഒരു ചാനൽ തന്നെ തുടങ്ങുന്നതായിരുന്നു എങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി സർക്കാരിന് കുറച്ചുകൂടി പണം ചെലവഴിച്ച് ഇത്തരത്തിലുള്ള ഈ PR ധൂർത്ത് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സർക്കാർ ഈ പറയുന്ന രീതിയിൽ പണം കൂടുതലായി അനുവദിക്കുകയാണ്. ഈ പറയുന്ന പ്രാദേശിക തലങ്ങളിലെ വാർത്തകൾ മറ്റു മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു സംവിധാനം സർക്കാർ തുടങ്ങുന്നു എന്ന് പറയുമ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു പദ്ധതി എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നത്. ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നു. ഈ സംവിധാനത്തിന്റെ ഭാഗമായി കൂടുതൽ പണം അതും സർക്കാരിന്റെ PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഓരോ വകുപ്പുകളും ഓരോ പ്രദേശങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായി അവർ PR വർക്കിലൂടെ ജനങ്ങളെ അറിയിക്കാറുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കാറുണ്ട്. PRD പോലെയുള്ള ഒരു സംവിധാനം സർക്കാരിനുണ്ട്. എല്ലാ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തുന്നുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പുറത്തുകൂടി ഇത്തരത്തിലൊരു പുതിയ സംവിധാനം കൊണ്ടുവരികയും അതിന് കുറെ ജീവനക്കാരെ എടുത്തു വെക്കുകയും ചെയ്യുമ്പോൾ ജില്ലാ തലത്തിലൊക്കെയാണ് ഈ പറയുന്ന ജീവനക്കാരെയൊക്കെ സർക്കാർ നിയമിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ജില്ലയിലും നിരവധി ആളുകളെ ഈ പദ്ധതിയുടെ ഭാഗമായി നിയോഗിക്കുന്നുമുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രാദേശിക തലങ്ങളിലുള്ള CPM പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ജോലി നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായി നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായാണ് പ്രിസത്തെ പൊതുവിൽ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കൃത്യമായി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോഴും ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ PR പ്രവർത്തനങ്ങൾക്കായി സർക്കാർ യഥേഷ്ടം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം. പലതരം ധൂർത്തുകൾ കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ജനം TV പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് അധിക യാത്രാബദ്ധ ലക്ഷങ്ങൾ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് യാത്രാബദ്ധ അനുവദിക്കാൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയ വിഹിതത്തെക്കാൾ കൂടുതൽ തുക അനുവദിച്ചത്, അങ്ങനെ നിരവധി വാർത്തകൾ സർക്കാരിന്റെ ധൂർത്തുമായി ബന്ധപ്പെട്ട ജനം TV ഈ കുറച്ചു കാലത്തിനിടയിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രിസം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിക്ക് വേണ്ടി, അതിലൊരു വൈരുദ്ധ്യമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. സംസ്ഥാനത്ത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളുണ്ട്. അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ എണ്ണം എടുക്കുമ്പോൾ അത് വലിയൊരു സംഖ്യ തന്നെയുണ്ട്. ഓരോ തലങ്ങളിലും പ്രാദേശിക റിപ്പോർട്ടർമാരും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ഏജൻസികളിൽ നിന്ന് വാർത്തകൾ ലഭിക്കുന്നു. ഒപ്പം സർക്കാരിന്റെ PRDയിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ കൃത്യമായൊരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്താ വിതരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സർക്കാരിന്റെ പ്രാദേശിക തല പരിപാടികൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. പക്ഷേ സർക്കാർ അങ്ങനെ കാണുന്നു. അതിൽ കൂടി കുറച്ച് CPM പ്രവർത്തകർക്കൊക്കെ ജോലി നൽകാൻ കഴിയുമെങ്കിൽ അതും വലിയ കാര്യം എന്ന നിലയിലാണ് സർക്കാർ ഈ പദ്ധതിയെ കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2,30,00,000 രൂപയാണ് ഈ വരുന്ന സാമ്പത്തിക വർഷം ഈ പദ്ധതിക്കായി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അധിക തുക അനുവദിക്കാനുള്ള ആലോചനയും വകുപ്പുകളിലുണ്ട്. ശരി.